നമസ്കാരം, ഞാൻ ടിൻഡി തോമസ് ആണ്. ഇന്ന് നമുക്ക് ബാത്റൂമിൽ നമുക്ക് ടൈലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബാത്റൂമിൽ നമ്മളിപ്പോൾ ടൈല് വെർട്ടിക്കലായിട്ട് ഒട്ടിക്കണോ, ഹൊറിസോണ്ടലായിട്ട് ഒട്ടിക്കണോ, ഡാർക്ക് ഷെയ്ഡ് വേണോ, ലൈറ്റ് ഷെയ്ഡ് വേണോ, പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഡിസൈനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ വെട്ടം വേണം ബാത്റൂംസിൽ. ഇപ്പോൾ ചെറിയ ബാത്റൂം ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൂടുതൽ കൊടുത്തിട്ട് ഒരുപാട് വെട്ടം കൂട്ടാം. ഇപ്പോൾ വലിയ ബാത്റൂം ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് തന്നെ. ഇപ്പം ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നമ്മൾ കൊടുക്കുന്നത് ഡാർക്ക് ഷെയ്ഡ് ടൈലായിരിക്കും. അതേപോലെ വോളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫ്ലോറിൽ നമ്മൾ കൊടുക്കുന്ന ഡാർക്ക് ഷെയ്ഡ് ടൈൽ തന്നെ നമ്മളെടുത്തിട്ട് ബാത്റൂമിൻ്റെ വോളിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ്, ഇപ്പോൾ ഷവർ ഏരിയയിൽ, പിന്നെ അതേപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന എഡ്ജ് വാളിലൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോറിന് ഉപയോഗിക്കുന്ന ഡാർക്ക് ഷെയ്ഡ് ടൈൽ തന്നെ എടുത്തിട്ട് നമുക്ക് കൊടുത്ത് ഒരു ഹൈലൈറ്റർ ആക്കാം. അപ്പോൾ 2 ടൈലേ ആ ബാത്റൂമിൽ കയറുന്നുള്ളൂ. അതേപോലെ തന്നെ വളരെ സിമ്പിളായിരിക്കും, എലഗൻ്റ് ആയിരിക്കും. ലൈറ്റ് ഷെയ്ഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമിൽ കൂടുതൽ നമുക്ക് വെളിച്ചം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് വരുന്നത് ബാത്റൂമിൻ്റെ ഈ ഒരു ഡിസൈൻ. അല്ലാതെ നമ്മളൊരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആത്തക്കുട്ടി ടൈൽസ് പോലത്തെയുള്ള ടൈൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മൊറോക്കൻ ടൈൽസ് നമുക്ക് ഈ തറയിലിടുന്ന ഡാർക്ക് ഷെയ്ഡ്സിന് പകരം കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് എഡ്ജ് വോളിലും അതേപോലെ ഷവർ ഏരിയയുടെ ബാക്കിലുള്ള വോളിലൊക്കെ നമുക്ക് മൊറോക്കൻ ടൈൽസ് കൊടുത്തിട്ട് നോർമലി അതിനോട് മാച്ച് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള പ്ലെയിൻ കളേഴ്സ് മാറ്റോ റസ്റ്റിക് ടൈൽസ് നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലൈറ്റ് ഷെയ്ഡ് അതിനോട് മാച്ച് ചെയ്യുന്ന ലൈറ്റ് ഷെയ്ഡ് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് എടുത്തിട്ട് മറ്റുള്ള വോളിലോടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം ഒരു വെറൈറ്റി ലുക്ക്. എല്ലാ ബാത്റൂമും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാസ്റ്റർ ബാത്റൂം അല്ലെങ്കിൽ നമ്മൾക്കൊരു മെയിൻ ബെഡ്റൂമിൻ്റെ ഒരു ബാത്റൂം മാത്രം നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ലുക്കിൽ നമുക്ക് ബാത്റൂംസ് കിട്ടും. ഇതാണ് ടൈൽസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അല്ലാതെ നമ്മൾ ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം പിന്നീട് നമുക്കൊരു ലീക്കേജും കാര്യങ്ങളൊക്കെ വരികയില്ല. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് അതെല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഗമ്മിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് ഈ ടൈൽസ്. ഇപ്പോൾ ഏത് സൈസിലുള്ള ടൈൽസ് എടുത്തു കഴിഞ്ഞാലും നമ്മളത് ഓരോ ടൈൽസിനും പറ്റിയ ഗമ്മുണ്ട്. ഇപ്പം ചെറിയ 2x2 സൈസാണ് ടൈൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കുറഞ്ഞ ഗമ്മിൽ അത് ഒട്ടിക്കുക. അപ്പോൾ പകരം 4x2 സൈസിലുള്ള ടൈൽസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ആ 4x2 ടൈല് ഒട്ടാൻ പറ്റിയ രീതിയിലുള്ള കുറച്ചും കൂടി വില കൂടിയ ഗമ്മ് വേണം അതിന് യൂസ് ചെയ്യാൻ. പിന്നെ 6x4 8x4 സൈസിലുള്ള ടൈൽസാണ് നമ്മൾ, വലിയ സ്ലാബാണ് നമ്മൾ ബാത്റൂമിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയ പച്ച തന്നെ വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സിമെൻറ്റിലോ അല്ലെങ്കിൽ സിമെൻറ്റും പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ടോ ഒന്നും വർക്കേഴ്സ് അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞാലും നമ്മൾ അതിന് വില്ലിങ് ആകരുത്. കാരണം സിമെൻറ്റിൽ നമുക്ക് പോളിമർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്കറിയാം. അത് നമ്മൾ കുഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം അതിൽ പോളിമർ കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പോളിമർ കണ്ടൻറ്റുള്ള പശ ഏത് ബ്രാൻഡിൻ്റെ ആയാലും, ഒരുപാട് ബ്രാൻഡിൽ ഇപ്പം വരുന്നുണ്ട്, MYK, വെബർ, റോഫ്, എല്ലാ ബ്രാൻഡിലും തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് റേറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. ബട്ട് പോളിമർ കണ്ടൻറ്റ് കൂടിയ ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള പശ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് എപ്പോക്സിയാണ്. 2x2 സൈസ് ആയാലും 4x2 സൈസ് ആയാലും എല്ലാം നമ്മൾ ബാത്റൂമിൻ്റെ വോളും ഫ്ലോറും എല്ലാം നമ്മൾ ഒട്ടിക്കുമ്പോൾ സ്പേസിലിട്ട് എപ്പോക്സി ഇട്ടിട്ട് തന്നെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം പക്കയായിട്ടിരിക്കും. പിന്നീട് ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. മാക്സിമം പ്ലെയിൻ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അഡസീവിൽ തന്നെ ടൈൽസ് ഒട്ടിക്കുക. സ്പേസിലിട്ട് എപ്പോക്സി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.